IPS തലപ്പത്ത് മാറ്റം. എസ് ശ്രീജിത്ത് DGP അയക്കും എന്ന വിവരം വരുന്നു. സർക്കാർ ഉത്തരവ് ഉടനിറങ്ങും. യോഗേഷ് ഗുപ്തയാണ് ബെവുക്കോ MD. ബൽറാം കുമാർ ഉപാധ്യായാണ് ഫയർഫോഴ്സ് മേധാവി. രണ്ട് ഉത്തരവുകളിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. അരുൺ സോളമനുണ്ട്. അരുൺ സോളമൻ, MR അജിത് കുമാറിന് കുരുക്കായി മാറിയത് നേരത്തെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അന്വേഷണവും തുടർന്നുള്ള സസ്പെൻഷനുമാണ്. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എസ് ശ്രീജിത്തിന്റെ മേൽ ഹൈക്കോടതിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു. അതിന്മേലൊരു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് എസ് ശ്രീജിത്തിനെ ഇപ്പോൾ DGP ആയി സ്ഥാനക്കയറ്റം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അന്തിമ തീരുമാനമായോ? ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. നിലവിൽ ഈ എസ് ശ്രീജിത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ വൈകാതെ ആ ഉത്തരവ് പുറത്തിറങ്ങും എന്നുള്ളത് തന്നെയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. പക്ഷെ നിലവിൽ ഇപ്പോൾ രണ്ട് ഉത്തരവുകളിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. അതിലൊന്ന് ബെവ്കോ MD ആയിട്ട് യോഗേഷ് ഗുപ്തയെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഇന്നിപ്പോൾ നിതിൻ അഗർവാൾ ഇപ്പോൾ വിരമിച്ച സ്ഥാനത്ത് ഇപ്പോൾ ബൽറാം കുമാർ ഉപാധ്യയെ അഗ്നിരക്ഷാ സേനാ മേധാവിയായിട്ടും നിയമിച്ചിരിക്കുന്നു. ഈ രണ്ട് ഉത്തരവുകളിലാണ് നിലവിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും അനിശ്ചിതത്തിൽ നിൽക്കുന്നത് DGP ആരാകുമെന്നുള്ള ചോദ്യമാണ്. നിലവിൽ MR അജിത് കുമാർ എന്തായാലും കളത്തിന് പുറത്തായ സാഹചര്യത്തിൽ എസ് ശ്രീജിത്തിനാണ് ഏറ്റവും മുൻതൂക്കമുള്ളത്. അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും ഈ ഒരു അവസാന ഘട്ടത്തിൽ DGP പദവി നൽകുക എന്നുള്ളതാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം. വൈകാതെ തന്നെ ആ ഉത്തരവും പുറത്തിറങ്ങും എന്നുള്ളതാണ്. നിലവിൽ എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജുവിന്റെ പ്രത്യേക ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് യോഗേഷ് ഗുപ്തയെ ബെവ്കോ MD ആയിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു പദവിയിൽ ഇരുന്ന ഒട്ടനവധി പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ബെവ്കോ MD ആയിട്ടും അതിന്റെ ഒരു പദവിയിലേക്ക് യോഗേഷ് ഗുപ്തയെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തണ്ടർ അതുപോലെ തന്നെ ഈ നിലവിൽ തൂഫാൻ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ നിലവിൽ ഈ ഒരു എക്സൈസ് വകുപ്പിലേക്ക് യോഗേഷ് ഗുപ്ത എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മികവ് എത്രത്തോളം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിനെയാണ് വകുപ്പ് മന്ത്രി കൂടി ആലോചിച്ചിട്ടുള്ളത്. നേരത്തെ ഈ പദവിയിൽ ഇരുന്ന പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകളില്ലാതെ ഒരു പ്രവർത്തികളിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് യോഗേഷ് ഗുപ്ത. അതുപോലെ തന്നെയാണ് നിതിൻ അഗർവാൾ വിരമിച്ച ഒരു സ്ഥാനത്താണ് നിലവിൽ ബൽറാം കുമാർ ഉപാധ്യയെ അഗ്നിരക്ഷാ സേനാ മേധാവിയായിട്ടും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ DGP പദവിക്ക് ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും വൈകാതെ ഉത്തരവ് ഇറങ്ങുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, എസ് ശ്രീജിത്ത് DGP ആയി ഒരുപക്ഷെ ഉടൻ സ്ഥാനക്കയറ്റം ലഭിക്കും എന്നുള്ള വിവരമാണ് അരുൺ സോളമൻ റിപ്പോർട്ട് ചെയ്യുന്നത്.